പേര് ആദിഷ്. ഞാനൊരു ഹെൽത്ത് ടെക്നോളജി മേഖല വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഒരുപാട് ചിന്തകൾ സ്പാർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് തോട്ട്സുകൾ സാർ തന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾക്ക് യോജിപ്പും ചില കാര്യങ്ങൾ വിയോജിപ്പും ഞാൻ രേഖപ്പെടുത്തട്ടെ. ഒന്നാമത് ചോദ്യം ഒരു കൗതുകത്തിന് പുറത്താണ്. ഇപ്പം നമ്മൾ മതങ്ങളെ, ദൈവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു അഗ്രികൾച്ചറൽ ഏജിലുള്ള മതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരുപാട് റെവല്യൂഷൻസ് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു എക്സ്പീരിയൻസ് യുഗത്തിലേക്കാണ്. അപ്പോൾ ഇതിനിടയിലൊക്കെ ശരിക്കും ഈ ദൈവത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. ശരിക്കും ഇപ്പം നമ്മൾ സ്ഥലത്ത് സ്റ്റക്ക് ചെയ്യുക, അതായത് മതങ്ങൾ പണ്ടുള്ള ഗോത്ര വിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന മതങ്ങളെയാണ് ഇപ്പം നമ്മൾ പ്രതിപാദിക്കുന്നത്. അതൊരു പോയിൻ്റാണ്. എൻ്റെ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് എബിലിറ്റി ഉണ്ട്. കാഴ്ചയ്ക്ക് എബിലിറ്റി ഉണ്ട്, അതുപോലെ നമുക്ക് മണക്കാനുള്ള സ്മെല്ലിനുള്ള എബിലിറ്റി ഉണ്ട്. എന്തിന് നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യവും എബിലിറ്റി ഉണ്ട്, അതിന് പരിധിയുണ്ട്. അതുപോലെ നമ്മുടെ റാഷണൽ എബിലിറ്റിക്ക് പരിധികളില്ലേ? ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനപ്പുറം ഒരു പക്ഷേ ഇപ്പം ഗോത്ര സമൂഹം പറഞ്ഞിരിക്കുന്ന ദൈവം എന്നുള്ള ഒരു കാര്യത്തേക്കാൾ ഉപരി ഇനി വരാൻ പോകുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? കാരണം റാഷണൽ എബിലിറ്റിക്ക് പരിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനപ്പുറം ലോകം ഉണ്ടാവും. ഇത് ഒന്നാമത് ചോദ്യമാണ്. രണ്ടാമത്തത്, സാറ് പറഞ്ഞ ഇന്നത്തെ ചർച്ചയിൽ ബന്ധപ്പെട്ട് തോന്നിയുണ്ട് പറയാൻ കാരണം, നമ്മൾ സമത്വം പറയുന്നു. ഈ സമത്വത്തിൻ്റെ പ്രാധാന്യം എന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബസ് ഓടിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവർ, അതിലൊരു കണ്ടക്ടർ, ഒരു കിളിയുണ്ടാവും. ഈ 3 പേരും പ്രവർത്തിക്കുന്ന വ്യത്യസ്ത മേഖലയാണ്. അവിടെ എങ്ങനെ സമത്വം ഉണ്ടാവുക? അപ്പോൾ സമത്വം എന്ന് പറയുമ്പം അതൊരു ഇംബാലൻസിങ് അല്ലേ സമൂഹത്തിൽ? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇക്വിറ്റി ബേസ്ഡ് ആയിരിക്കുന്നത്. അതായത് ആൾക്കാരുടെ കഴിവും ആവശ്യമനുസരിച്ചല്ലേ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ഇക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഒരു ഇംബാലൻസ് വരില്ലേ, അസമത്വം വരില്ലേ? ഇതാണ് എൻ്റെ 2 ചോദ്യങ്ങൾ. താങ്ക് യു. ആദ്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് മറന്നുപോയി. മനസ്സിലായി. ഈ മിസ്റ്റിഫൈ ചെയ്യാനുള്ള കൊതി മനുഷ്യരുടേതാണ്. അല്ലാതെ അങ്ങനങ്ങ് പ്രപഞ്ചം അറിഞ്ഞുകൂടാതിരിക്കുന്നൊന്നുമില്ല. വളരെ ലോജിക്കലായിട്ടും പ്രഡിക്റ്റബിളായിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ റോഡ് ബസ്സൊക്കെ ഓടിക്കാൻ പറ്റുന്നത്. അല്ലാതെ അത്യത്ഭുതകരമായി ആ ബസ്സങ്ങ് പറന്നു പോകുമൊന്നുമില്ല. ഇമാജിനേഷൻ കൊണ്ടൊക്കെ ഇയാൾ അവിടെയൊക്കെ എത്തിക്കാൻ പറ്റും. പക്ഷേ നാട്ടിലിപ്പോഴും താഴോട്ട് ചാടിയാൽ താഴോട്ട് തന്നെയാണ് വീഴുന്നത്. തെങ്ങേന്ന് താഴോട്ടല്ലാതെ ഇടയ്ക്ക് മേപ്പോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഫങ്ഷൻ ചെയ്യുന്ന വലിയൊരു ഇടവുണ്ട്. അതിന് ശേഷമുള്ള അത്ഭുതങ്ങളുടെ സ്ഥലങ്ങൾ മാത്രമാണ് ഇയാൾ പറയുന്ന ഇനിയും പലതും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് സംഭവിക്കുമ്പോൾ നമ്മൾ നോക്കിക്കോളാം, ഇയാൾ വിഷമിക്കണ്ട. അങ്ങനെ മാത്രമേ അത് പറയാൻ പറ്റൂ. അല്ലാതെ അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ ഇതുവഴി വന്ന് ഈ ഭൂമിയെ അങ്ങ് കൊണ്ടുവരുന്നു. എന്തായാലും ഇപ്പോൾ അടുത്തിടയ്ക്കൊന്നും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉൽക്ക വന്നിപ്പോൾ ഇടിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. അതൊക്കെ ഉണ്ട്. ഈ സാധ്യതകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതൊക്കെ നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര അൺപ്രഡിക്റ്റബിളായ ഒരു പ്രപഞ്ചമല്ല. വളരെ പ്രഡിക്റ്റബിളായി നിൽക്കാവുന്ന ഒത്തിരി ഏരിയയ്ക്കകത്താണ് അൺപ്രഡിക്റ്റബിലിറ്റിയും കൂടെ ഉള്ളത്. അത് നമ്മൾ ഓരോ സമയത്തും കഴിയുന്നത്രയും പ്രഡിക്റ്റബിളാക്കി മാറ്റുന്ന തരത്തിലാണ് ലോകത്തിനെ പറ്റിയുള്ള അറിവുണ്ടാക്കി അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇതുവരെയും നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തത് എന്ന് എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ചില പ്രശ്നങ്ങളൊന്നും അങ്ങനെ പരിഹരിക്കേണ്ടതൊന്നും അല്ല, അതിനെ മനസ്സിലാക്കിയ രീതി കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും കൂടെ. ഇപ്പം മരിക്കുക, മരണമില്ലാത്ത മനുഷ്യനെ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഈ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന വിദ്വാന്മാരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടാവും. അതത്ര ബുദ്ധിയുള്ളവന്മാരൊന്നുമല്ല. അത് ലോകത്തിനെ പറ്റിയും ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും അറിഞ്ഞുകൂടാത്ത ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അവന്മാർ ഇടയ്ക്കൊക്കെ ചിലത് പറയും, അത് കേട്ട് വെപ്രാളപ്പെടുകയൊന്നും വേണം. നമ്മൾ അടുത്ത തലമുറയെ ഉണ്ടാക്കി ജീവിക്കുന്ന ജീവിയാണ്. നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. നമ്മൾ മരണം ഒഴിവാക്കിയ മനുഷ്യനല്ലാതാകും എന്ന് പറയുന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയും കൂടെ ഒക്കെ അറിയണം. അപ്പോൾ പണ്ട് കാലത്ത് മനുഷ്യർ പറഞ്ഞിരുന്ന തരത്തിലൊന്നും അല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്നറിയുന്ന സ്ഥലത്ത് ഈ മിസ്റ്റിഫിക്കേഷൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനന്തമായ സാധ്യതകളുള്ള
ഒരു പ്രപഞ്ചമാണിതെന്നറിയുമ്പോഴും വളരെ പ്രഡിക്റ്റബിളായ സ്ഥലത്ത് തന്നെയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ പെരയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നത്. അതുകൊണ്ടാണ് വളരെ പ്രഡിക്റ്റബിളാണ്. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും എന്ന് പറയുന്നത് വളരെ പ്രഡിക്റ്റബിളാക്കി മാറ്റിയിട്ടുണ്ട്. അല്ലാതെ അനിശ്ചിതമായിട്ടിരിക്കുകയല്ല അവിടെ ഒന്നും തന്നെ. എന്നാൽ എല്ലാ തവണയും സ്വിച്ച് ഇടുമ്പോൾ കത്തുന്നില്ല എന്ന് പറയുന്നൊരു സംഭവമില്ലേ. അപ്പോൾ നമ്മൾ ഫ്യൂസ് മാറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ബൾബ് ചീത്തയായൊന്ന് നോക്കും, കണക്ഷൻ കറക്റ്റാണെന്ന് നോക്കി അങ്ങനെ പരിഹരിക്കുന്ന സ്ഥലങ്ങളുമാണ്. ഇതൊക്കെ എനിക്ക് നീയാൾ പറയുന്ന കാര്യം മനസ്സിലാകാത്തതല്ല, പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതാണ്. നമുക്ക് വളരെ പ്രഡിക്റ്റബിളാക്കി നമ്മൾ ലോകത്തിനെ മാറ്റിയിട്ടുള്ളത് കൊണ്ടാണ് സ്പേസിൽ പോയി ഒരു കൊല്ലമൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു നിമിഷം ശ്വാസം കിട്ടാത്ത സ്ഥലമല്ലേ, അവിടെയൊക്കെ ജീവിക്കുന്നില്ലേ. അതുകൊണ്ടാണ് അതിനു വേണ്ടിയുള്ള അറിവൊക്കെ നമുക്കുണ്ടായിരുന്നു. അത് അത്ഭുതകരമായി കണ്ട അങ്ങനെ ഒരു സാധ്യത പ്രപഞ്ചത്തിനെ പറ്റി അറിയുകയാണെന്നുണ്ടെങ്കിൽ അനന്തമായ സാധ്യതകളുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയകളുമുണ്ട്. അതുകൊണ്ടാണ് അതിനെ ശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഈ പറയുന്ന ഈ ജീവികളെല്ലാം ശാസ്ത്രജ്ഞരാണ്. അവർ നമ്മളെപ്പോലെ ഇങ്ങനെ ആലോചിച്ച് സമയമൊന്നും കളയത്തില്ല. അവർ പറക്കുകയൊക്കെ ചെയ്തില്ലേ, അല്ലാതെ നമ്മൾ റൈറ്റ് ബ്രദേഴ്സ് വന്ന് പഠിപ്പിച്ചതിന് ശേഷമൊന്നും അല്ലല്ലോ പറക്കാറ്. ഈച്ചയൊക്കെ പണ്ടേ പറയുന്നില്ലേ. അപ്പോൾ അവർ നമ്മളെക്കാളും മെച്ചപ്പെട്ട ശാസ്ത്രജ്ഞരായതുകൊണ്ടാണ് ഈ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ മനസ്സിലാക്കണം. അവർ നമ്മളെപ്പോലെ ഇങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുകയൊന്നുമില്ല. കാർ ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമോ? ഏതെങ്കിലും രാവിലെ എണീറ്റിട്ട് ഒരു സല്യൂട്ടൊക്കെ അടിച്ച് ദൈവത്തിന് 4 പറഞ്ഞിട്ടാണോ ഒരു പ്യൂപ്പ പുറത്തോട്ടിറങ്ങി വരുന്നത്? ഒന്നുമല്ല. ബട്ടർഫ്ലൈ ഒക്കെ ചുമ്മാ അങ്ങ് പറന്നു പോവേ. അത്രയും നല്ല ശാസ്ത്രജ്ഞരാവരല്ല. അതുകൊണ്ടാണ് ഇയാളിങ്ങനെ പറയുന്ന പോലെ നമ്മളത്ര മെച്ചപ്പെട്ട ശാസ്ത്രജ്ഞരല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റിഫൈ ചെയ്ത് പറയുന്നത്. അല്ലെങ്കിൽ ലോകത്തിനെ മനസ്സിലാക്കാമെങ്കിൽ വളരെ പ്രഡിക്റ്റബിളായിട്ടിരിക്കുന്ന ഒത്തിരി ഏരിയ വേണം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തുവായിരുന്നു? വ്യത്യസ്തതകളെ തുല്യമാക്കുന്നതല്ല ഇക്വാളിറ്റി. അത് ഇയാൾക്ക് ആ വിഷയം അറിഞ്ഞൂടാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അവസരങ്ങളിൽ സമത്വം ഉണ്ടാക്കുന്ന മനുഷ്യ നിർമ്മിതമായ സമൂഹത്തിനകത്ത് ഇപ്പോൾ നിങ്ങളെല്ലാവരും കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് സമത്വത്തിൻ്റെ ലക്ഷണം. അല്ലാതെ ഇയാൾ ആ തൊട്ടടുത്തിരിക്കുന്ന ആടെ മീശ പോലാണ്, ഇയാൾക്ക് മീശയില്ലാത്ത ആളല്ലേ, വടിച്ചിട്ട് വരുന്നതല്ലേ. അപ്പോൾ ആ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുന്നതല്ല നമ്മൾ ഈ പറയുന്നത്. സാമൂഹിക ക്രമം ഉണ്ടാക്കുന്നതിനകത്ത് തുല്യത സാധ്യമാണ് എന്ന് വിചാരിച്ച കാരണം കൊണ്ട് എല്ലാവർക്കും ഫ്രണ്ട് സീറ്റ് കൊടുക്കാവുന്ന സാധ്യത. അപ്പോൾ സാധ്യമായ നീതിയുണ്ട്. അത് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറയും. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കസേരയുണ്ട്, അപ്പോഴും ഇയാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആ നിലവാരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നിടത്ത് നമ്മളുള്ളത്. അല്ലാതെ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുന്ന യുക്തിയല്ല. ഒരാളെപ്പോലെ ഒരാൾ ലോകത്തില്ലാത്തിടത്തോളം കാലം ഇയാൾ പറയുന്നത് പോലല്ല തുല്യത മനസ്സിലാക്കാൻ. അവസര സമത്വത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ലഭ്യമായ സാധ്യമായത് കിട്ടാൻ കഴിയാതാക്കുന്ന ക്രമീകരണത്തിനെയാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലാതെ ഈ വ്യത്യാസങ്ങളില്ല എന്ന് ഇയാടെ കണ്ണുപോലല്ല ഇയാടെ മൂക്കിരിക്കുന്നത്. അത് ഒരുപോലെ ആയിപ്പോയാൽ വലിയ പാടാണ്. അതൊന്നും അല്ല ഈ പറയുന്നത്. അപ്പം അങ്ങനെ ആളുകളെല്ലാവരും ഒരുപോലെ ആക്കി മുട്ടുസൂചി പോലാക്കുന്ന കഥയൊന്നുമല്ല. എല്ലാ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ വരുന്ന ഈ മുറിക്കകത്ത് കസേര ഉള്ളപ്പോൾ ചിലർക്ക് ഇവിടെ ഇരിക്കാൻ കഴിയാതാക്കുന്ന നിലവാരത്തിൽ നിർത്തുമായിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഒരു മന്ത്രി വന്നാൽ ഇയാൾ സൈഡിൽ മാറി നിൽക്കേണ്ടി വരും. ഒരു നിയമവും അവിടെ ഇല്ല. ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. മേല് കീഴുള്ള മൂല്യബോധത്തിന് പകരം സമത്വത്തിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ഫ്രണ്ട് സീറ്റ് കൊടുക്കാമെന്നുള്ളതല്ല. അതൊക്കെ എനിക്കും അറിയാം. അങ്ങനെ കഴിയില്ല. കാരണം നമ്മളൊരു ഫ്ലൈങ് സോസർ കണ്ടുപിടിക്കേണ്ടി വരും. സൈഡ് സീറ്റും ഫ്രണ്ട് സീറ്റും ഒന്നും ഇല്ലാത്ത. അപ്പോൾ പിന്നെ റോഡിൽ കൂടെ ഓടിക്കാനൊക്കുന്ന വണ്ടി പറ്റത്തില്ല എന്ന് നമ്മൾ വരും. അപ്പോൾ നമ്മൾ പറക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലമുണ്ട്. എനിക്കറിയാം ഇയാൾ പറയുന്ന പ്രശ്നം മനസ്സിലാകാതിരിക്കുന്നതല്ല. പക്ഷെ അങ്ങനെയല്ല അത് മനസ്സിലാകണം. വ്യത്യാസങ്ങളെ നിലനിൽക്കുമ്പോൾ തന്നെ ഉച്ചനീചത്വത്തോടെ അനീതിയോടെ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിയുമായിരിക്കുന്ന
എനിക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ മറ്റേയാൾക്ക് കൊടുക്കാതിരിക്കുന്നതിനെ മാറ്റുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഇയാൾ സ്വല്പം ഒന്ന് പഠിച്ചാൽ മനസ്സിലാവുന്നത്. അല്ലാതെ ഈ വ്യത്യാസങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന യുക്തിയൊന്നും അല്ലത്. അത് ഈ ആളുകൾ പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടി പറയുന്ന വരിക. എല്ലാവരും മുട്ടുസൂചി പോലെ ആക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്ന തരത്തിൽ എല്ലാവരും വെള്ളക്കാരാക്കുക, എല്ലാവരും കറുത്തവരാക്കുക, എല്ലാവരും ആണാക്കുക, എല്ലാവരും പെണ്ണാക്കുക എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഈ കഥയൊക്കെ പറയുന്ന തരത്തിൽ പറഞ്ഞ് പരത്തിയിട്ടുള്ള ഒരു കഥയുടെ അവസാനത്താണ് അത് പറയുന്നത്. അതല്ല സാധ്യമായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന സമയത്ത് കിട്ടാൻ കഴിയാതാക്കുന്ന അനീതികളെ പറ്റി ആണ് നമ്മൾ മാറ്റുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത്.